അതെ. എന്തൊക്കെയാണ് ടോപ്പ് സിംഗർ വിശേഷം? ഞാൻ ഈ പ്രാവശ്യം ബ്രേക്കിന് പോയപ്പോയില്ലേ, ഞാൻ USSന്റെ എക്സാം എഴുതാൻ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ചൊക്കെ പഠിച്ചിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ പരീക്ഷ എഴുതാൻ കയറിയപ്പം അമ്മ പറഞ്ഞൊരു കാര്യം ഞാൻ ഓർത്ത്. അറിയാത്ത ചോദ്യം വരുമ്പം ആ കുത്തിക്കുത്താനെ എണ്ണീട്ട് അതിനകത്ത് കറപ്പിച്ചാ മതി. സ്കൂൾ ടീച്ചറാണ് പറഞ്ഞിരുന്നല്ലേ ഇങ്ങനെ? കൊള്ളാം, ടീച്ചർ കൊള്ളാം. ടീച്ചറുടെ പേരെന്താ? മാറ്റി പറയും ചേച്ചി, വേറൊരു പേരൊക്കെ. നല്ല അമ്മ, നല്ല സ്കൂൾ ടീച്ചർ. എന്നിട്ടോ എന്ത് സംഭവിച്ചു? ഞാൻ അങ്ങനെ തന്നെ എഴുതി. ആ കുത്തിക്കുത്താനെ സമൂഹം കിട്ടിയോ? ഇല്ല, എന്റെ റിസൾട്ട് വന്നില്ല. ഞാൻ പ്രഡിക്റ്റ് ചെയ്യട്ടെ, കിട്ടും. ഇപ്പൊ പറഞ്ഞു ഇവിടെ എഴുതി വെച്ചിരിക്കും കിട്ടും. അപ്പൊ ഇത് വാലുവേറ്റ് ചെയ്യുന്ന ഇത് വാലുവേറ്റ് ചെയ്യുന്ന ആൾക്കാർ ഇപ്പൊ ഈ എപ്പിസോഡ് കാണുമല്ലോ. അന്നേരം കിട്ടിയത് അങ്ങ് പോയി. ഇത് അക്കുത്തിക്കുത്താൻ എണ്ണീട്ടാണെന്ന് അറിയല്ലോ. അപ്പൊ അതുകൊണ്ട് അത് കിട്ടിയിട്ടേ പറയാൻ വരുന്നുള്ളൂ. ഞാൻ കിട്ടുന്ന പറഞ്ഞില്ല, എന്ത് കിട്ടുന്ന ഞാൻ പറഞ്ഞിട്ടില്ല. ത്രികോണ മധ്യേ മൂലബിന്ദു കുടുങ്ങി ഭുജ ത്രിഭുജ ചതുർഭുജ വടിവിൽ തെറ്റി. അതന്നെ. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, കുഞ്ഞെന്തൊക്കെയാണ് ഇവിടെ വന്നിട്ട് പഠിച്ചത് ഇതുവരെ? ഞാൻ നേരത്തെ ഒട്ടും സംസാരിക്കത്തില്ലായിരുന്നു. സംസാരത്തിന്റെ കാര്യമല്ല പറഞ്ഞു, പാട്ടിന്റെ കാര്യമാണ് ചോദിച്ചത്. പാട്ട് സംസാരം കൂടി കിട്ടി. അത് ശരിയാ. സംസാരിച്ചു തുടങ്ങി. ഇനി അടുത്തത് കൊറേ ഇവിടുത്തെ ഗ്രൂമിങ് ഒക്കെ കിട്ടി, നല്ലതായിട്ട് പാടാൻ ഇംപ്രൂവ്മെന്റ് ഉണ്ട്. ആദ്യത്തെ പെർഫോമൻസും ഇപ്പൊ പെർഫോം ചെയ്യാൻ നിൽക്കുന്നതും തമ്മിലുള്ള കോൺഫിഡൻസിന്റെ വ്യത്യാസം. ആദ്യം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, ഇപ്പം എനിക്ക് പേടിയില്ല. ഒട്ടും പേടിയില്ലല്ലോ. ഇപ്പോഴും പേടിയുണ്ട്, ചെറിയൊരു പേടിയുണ്ട്. ചെറിയ പേടി. ഇപ്പോഴും പേടിയില്ലാതെ ഇപ്പോഴും എനിക്ക് പേടിയില്ല. പക്ഷെ നമ്മളെ പറ്റിച്ചില്ലേ? കൊഞ്ചുമാങ്ങയുടെ ഭരണി കഴിഞ്ഞ് കൊണ്ടുവരാന്ന് പറഞ്ഞില്ലേ? ഭരണിയും കഴിഞ്ഞു, മകവും കഴിഞ്ഞു, ആറ്റുകാൽ പൊങ്കാലയും കഴിഞ്ഞു, പൂരവും കഴിഞ്ഞു. അടുത്ത പ്രാവശ്യമാണോ? ഒന്നും പറയുന്നില്ല. അടുത്ത പ്രാവശ്യം പ്രോമിസ് പ്രോമിസ്, അടുത്ത പ്രാവശ്യം കൊണ്ടുവരാം. എന്താ കൊണ്ടുവരാമണേ? കൊഞ്ചുമാങ്ങ. എല്ലാരും കേട്ടല്ലോ? കേട്ടു. പ്രോമിസ് ആണേ അല്ലേ? ഓക്കെ. ഓഹോ മിന്നലെ മിന്നലെ താഴെ വരൂ, മരതകമാലകൾ തീർക്കുവാൻ പൊന്നു തരൂ. വേഷം എന്ന് പറഞ്ഞ മൂവിയിലെ അതിലൊരു അടിപൊളി പാട്ടുണ്ടല്ലോ വേറെ. വേഷങ്ങൾ ജന്മങ്ങൾ വേഷം മാറാൻ നിമിഷങ്ങൾ. ഇതല്ലേ അടിപൊളി പാട്ട്? അത് നല്ല പാട്ട്, ശോകഗാനമാണ്. കറക്റ്റ്, എഗ്രീഡ്. ഇത് തൊട്ടാൽ ഷോക്ക് അടിക്കുന്ന പാട്ടാ. അതെ. താഴെങ്ങാനും വന്നുള്ള കാര്യം ആലോചിച്ചു. അതെ, നമ്മുടെ സ്വന്തം ചിത്രചേച്ചി പാടിയ പാട്ട് അല്ലേ ദുർഗക്കുട്ടി? യെസ്. SA രാജ്കുമാർ സാറിന്റെ മ്യൂസിക്, എഴുതിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം കൈതപ്പുറം സാർ. യെസ്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
ദുർഗക്കുട്ടി, എന്തോ അപ്പൊ ഇന്ന് ദുർഗക്കുട്ടി കരസ്ഥമാക്കിയിരിക്കുന്ന സ്കോർ എത്രയാണെന്നറിയാമോ? ഇല്ല. 97.5. താങ്ക് യു സാർ. അപ്പൊ ദുർഗക്കുട്ട ഇനി ഒത്തിരി അടിപൊളി അടിപൊളി മാർക്കുകളൊക്കെ കിട്ടട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ഇത് കുറച്ച് കൂടുതൽ ആൾക്കാർ വന്നിട്ടുണ്ടല്ലോ. ആ, അതെ. ശരിയാ, ഒരുപാട് പേരുണ്ട് കൂടെ. എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു സംഘടനയുണ്ട്. ഞാൻ ആ ക്ലബിൽ ആദ്യമായിട്ട് ഞാൻ പാടാൻ കയറിയത്. ഓ, അപ്പൊ അവിടുന്ന് എല്ലാരും വന്നിട്ടുണ്ട്. ഓ, പേരൊന്ന് പറയോ മൈക്കില്? എന്റെ പേര് അജയൻ. അജയൻ ചേട്ടൻ. ഞാൻ ആ സംഘടനയുടെ പ്രസിഡന്റാണ്. സംഘടനയുടെ പേരെന്താ? രാമസേവാ സമിതി. രാമസേവാ സമിതി. ഗ്രാമസേവ. ഗ്രാമസേവ. ഓ സോറി. 1954 രൂപീകരിച്ച സംഘടനയാണ്. അതിന് സമാന്തരമായ ഒരു ബാലവേദിയും പ്രവർത്തിക്കുന്നുണ്ട്. ബാലവേദിയുടെ പ്രധാനപ്പെട്ട ആളാണ് ദുർഗക്കുട്ടി. ഓക്കെ, അടുത്ത ആള് അരവിന്ദ്. അരവിന്ദ്. ഓക്കെ, രതീഷ്. ഓക്കെ. ഞാൻ ജയേഷ്, ആ. അവളുടെ അധ്യാപകനാണ്. ഓ, ഇത് എന്റെ അധ്യാപകൻ കൂടെയാണ്. അയ്യോ, എന്തൊരു കണക്ഷൻ. അമ്മൂമ്മ ടീച്ചറാണ് അല്ലേ? 3 ജനറേഷൻ ആണ്. അതെ. ഞങ്ങളുടെ ആദ്യത്തെ വേദിയിലാണ്, ബാലവേദിയിലാണ് ദുർഗ പാട്ട് പഠിച്ചു തുടങ്ങിയത്. പാട്ട് ഈ സ്റ്റേജിലേക്ക് കയറി പിന്നെ ഞങ്ങളുടെ കലോത്സവങ്ങളിലൊക്കെ ഞങ്ങളുടെ സ്കൂളിനെ ഉയർത്തിയതും ദുർഗയാണ്. അപ്പൊ അങ്ങനെ ഞങ്ങളുടെ നാട്ടിലെ ഒരു വാനമ്പാടി തന്നെയാണ് ദുർഗ. അയ്യോ, സന്തോഷം സാർ വന്നതില്. ഇങ്ങനെ നല്ല രീതിയിലുള്ള അഡ്വൈസ് ഒക്കെ കൊടുത്ത് പ്രോത്സാഹിപ്പിക്കുന്ന സാറന്മാർക്ക് പ്രത്യേകം നന്ദി. ഏവർക്കും നന്ദി. താങ്ക് യു സാർ. താങ്ക് യു. സന്തോഷം. താങ്ക് യു സോ മച്ച്. അപ്പൊ ദുർഗക്കുട്ട ബൈ ബൈ. താങ്ക് യു. ബൈ.